പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ആരാധന സമയത്ത് രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഈ കഴുകൻ്റെ പോലുള്ള ബെയർ ഹെഡില്ലേ, ഈ കഴുകൻ്റെ പോലെയുള്ള തൂവലെല്ലാം ഇങ്ങനെ തൂവലില്ലാത്ത കഷണ്ടി തല പോലെ ഇരിക്കല്ലേ കഴുകന്, അത് എന്നിട്ട് ആ തൊലിയെല്ലാം ഇങ്ങനെ ഇളം റോസ് കളറാവും. ഇതുപോലെ ഒരു രോഗമാണ്. മുട്ടുപോലെയുള്ള പൊന്തിയ സ്ഥലത്ത് തൊലി മാറിയിട്ട് ഇളം റോസ് കളറായിട്ട് മാറുന്ന രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ മുഴ സുഖപ്പെട്ട വ്യക്തി ഡോക്ടറിനെ കണ്ടിട്ട് സ്ഥിരീകരിച്ചതിന് ശേഷം, സൗഖ്യം സ്ഥിരീകരിച്ചതിന് ശേഷം അവർക്ക് സാക്ഷ്യം പറയാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചക്കയുടെ പുറമേ കാണുന്ന ഓരോ വരിപ്പില്ലേ, അകത്തല്ല പുറമേയുള്ള വരിപ്പ് പോലെ ഒരു സ്കാനിങ് കോശമാണ്. ഈ കോശത്തിൻ്റെ ഉള്ളിൽ കറുത്ത പൊട്ടുണ്ട്. അത് ക്യാൻസറസോ മറ്റെന്ത് രോഗമാണെന്ന് ഡോക്ടർ കണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഡോക്ടർ ഓപ്പറേഷൻ വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് മതിയോ, അത് ഇപ്പം തന്നെ വേണോ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഈ വ്യക്തികൾ, അതായത് ഇതുപോലെയുള്ള സ്കാനിങ് റിപ്പോർട്ടുള്ളവർ, കോശത്തിൻ്റെ അവിടെ കടുത്ത സ്പോട്ടുള്ളവർ, അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായ ശ്രുതികട ഹല്ലേലൂയ. ദൈവങ്ങളുടെ ജീർണത, അതുമൂലം ഉണ്ടാകുന്ന പഴുപ്പ്, ഇൻഫെക്ഷൻ, കേൾവിക്കുറവ് കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ അനുവദിക്കരുതെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ ഒരു സ്വഭാവത്തിലുള്ളതാണ് കടന്നു പോകും. ബൈബിളിൽ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്. അവൻ കടന്നു പോകാൻ ഭാവിച്ചു. ഇപ്പം തന്നെ ഭയങ്കരമായ കൊടുങ്കാറ്റിലെ നൗക ഉലയുമ്പോൾ ഈ കടലിൻ്റെ മീതെ ഇവൻ കാണപ്പെടും. പക്ഷെ കടലിൻ്റെ മീതെ കാണപ്പെടുമ്പോൾ നിങ്ങൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് കർത്താവ് നമ്മുടെ വള്ളത്തിലോട്ട് വരുമെന്ന് നിങ്ങളെ കരുതണ്ട. യു മസ്റ്റ് ഇൻവൈറ്റ്. കർത്താവിനെ നിങ്ങളെ ക്ഷണിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ. ദൈവത്തെ എങ്ങനെ ക്ഷണിക്കാൻ പറ്റും? ഇപ്പോൾ തന്നെ മാർക്കോസിൻ്റെ സുവിശേഷമാണ് 6:48. ഇവരിങ്ങനെ മല പോലെ ഉയർന്ന തിരമാലയുടെ മുകളിൽ കിടക്കുകയാണ്. ഈ തിരമാല താഴണതനുസരിച്ചുകൊണ്ട് പല വെള്ളവും നല്ല താഴേക്ക് വന്ന് കുത്തും. ചിലപ്പോൾ തെറിച്ചും പോകും, വെള്ളം ഒടിയുകയും ചെയ്യും. സങ്കടങ്ങളുടെ കടക്ഷോഭ സമയമാണ്. അപ്പോഴേ ബൈബിൾ പറയണത് ഈ സമയത്ത് നേരെ കർത്താവ് നമ്മുടെ വള്ളത്തിൽ വരണ്ടേ, അതല്ല എൻ്റെ രീതി എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ചിലപ്പോൾ വന്നില്ലെന്ന് വരും. യു മസ്റ്റ് കോൾ. അതാണ് ബൈബിളിൻ്റെ രീതി. പല രീതികളുണ്ട്, അതിലൊന്നാണ് അവൻ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് കിടക്കണം ബൈബിളിൽ. പാവമാണ്. നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിളിക്കുമോ ഇല്ലയോ, വിളിക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ഇട്ടുകൊണ്ടാണ് മൂവ്മെൻറ്റ്സ് വരണത്. 6:48 അതാണ് പറയണത്. മർക്കോസ് 6:48. കൊടുങ്കാറ്റിലാണെങ്കിലും അവൻ കടന്നു പോകാൻ ഭാവിച്ചു. അപ്പോൾ ഇവരെന്താ ചെയ്യണത്? കർത്താവേ, ഞങ്ങൾ നശിക്കുന്നു. അത് വേറൊരു ഭാഗമാണ് ബൈബിളിലെ. ഇവർ കർത്താവിനെ ക്ഷണിക്കുക. അപ്പോഴേ കർത്താവ് ഇവിടെ അടുത്തേക്ക് വരും. അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വള്ളം കരക്ക് അടുത്തിരിക്കും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ, ബൈബിളിൻ്റെ ഒരു പ്രത്യേകത. വിശ്വാസത്തിൻ്റെ ഓരോ ഡൈനാമിസങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പ്രതീകാത്മകമായിട്ടും അനുഭവപരമായിട്ടും ബൈബിൾ അവതരിപ്പിക്കും. ഇതുപോലൊരു സംഭവമാണ്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദിവസം ആരും കണ്ടില്ല. കണ്ടതാരാണ്? മേരി മാഗ്ഡലിനും കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരുമാണ് ഈശോനെ കണ്ടത്. അവർ വന്ന് പറഞ്ഞ അറിവാണ് മറ്റുള്ളവർക്ക് ഉള്ളത്. തെയോഫിലുസും കൂട്ടരും കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവരൊരു തീരുമാനം നേരത്തെ എടുത്തായിരുന്നു. എന്തായിരുന്നു? നാട് വിട്ട് പോവുകയെന്ന്.
ഇപ്പം അവർ എടുത്ത നേരത്തെയുള്ള തീരുമാനപ്രകാരമാണ് അവർ പോണത്. എപ്പോഴും നമ്മൾ വിഷയം സംഭവിക്കണത്, ഈ തീരുമാനം ഞാൻ ഓർത്ത് ഇവർ എന്നെടുത്തിട്ടുള്ളതായിരിക്കും. ഇവിടെ കലുഷിതമായൊരു അന്തരീക്ഷം വരുന്നുവെന്ന് കണ്ടപ്പോൾ തന്നെ എടുത്ത തീരുമാനമായത്. പൊടുന്നനെ എടുത്ത തീരുമാനമല്ല ഇത്. പൊടുന്നനെ എടുത്ത തീരുമാനമാണെങ്കിൽ ആ തീരുമാനം അവർ എടുക്കേണ്ട കാര്യമില്ലെന്നോ. കാര്യം അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു, അവരവനെ കണ്ടുവെന്നും പറഞ്ഞുവെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരന്നെടുത്ത തീരുമാനമായിരുന്നെന്നുണ്ടെങ്കിൽ ആ ചേച്ചിമാർ പറയണത് കേട്ട് കുറച്ച് ദിവസം കൂടി അവിടെ നിന്നിട്ടേ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇവന്മാർ പ്രീ പ്ലാൻഡാണ് ഈ സംഭവം. ഈ തെയോഫില ഈ എമ്മാവുസിലേക്ക് ജെറുസലേം വിട്ടുപോയ ശിഷ്യന്മാരുടെ തീരുമാനം മുൻ നിശ്ചയപ്രകാരമാണ്. ഈ ചില സമയത്ത് നമ്മുടെ യാത്ര, ഈ വിശ്വാസ യാത്രയ്ക്ക് ഒരു അപകടം വരും. നിങ്ങൾ എന്നാ ഉടമ്പടി ചെയ്താലും നിങ്ങളുടെ വിശ്വാസയാത്ര മുൻ നിശ്ചയപ്രകാരമായിരിക്കും. ഉടമ്പടിയൊക്കെ ഈ ദിവസങ്ങളിൽ, ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസയാത്ര പണ്ടത്തെ പോലെയുള്ള ചില മുൻ നിശ്ചയപ്രകാരമുള്ള യാത്രയാണോ എന്ന്, അതാണ് ഈ ഉടമ്പടിക്ക് ഉത്തരം താമസിക്കുന്നതിൻ്റെ കാരണം. കാര്യം അന്നെടുത്ത തീരുമാനം അല്ലത്. അന്നെടുത്ത തീരുമാനം അല്ലെങ്കിൽ വേറെ എന്നോ എടുത്ത ഒരു പഴകിയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇപ്പോഴ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവിടെയും വരണത് എന്താണ്? നടന്നു പോകാൻ, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ആ ചട്ടായി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് കിടത്ത്. ശ്രുതികട ഹല്ലേലൂയ. പുതിയ പുതിയ ചില വിശ്വാസ സംഭവങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി പോലെയുള്ള സംഭവങ്ങൾ നടന്നു. പക്ഷെ നിങ്ങളുടെ യാത്ര മുൻ നിശ്ചയിച്ച പ്രകാരമാണ്. അതാണ് ഈ അനുഗ്രഹം താമസിക്കാൻ കാരണം. നിങ്ങളുടെ യാത്രയില്ലേ ഇപ്പോഴുള്ള ആധ്യാത്മിക യാത്ര, അത് മുൻ നിശ്ചയിച്ച പ്രകാരമാണ്. ആണോ എന്ന് പരിശോധിക്കണം. പഴയ ആധ്യാത്മിക ശൈത്യത്തോടുകൂടിയും ഒത്തെങ്കിൽ ചിലപ്പോൾ ഒക്കുമായിരിക്കും, ഒക്കണേ ഒക്കട്ടെ. ഇതിങ്ങനെയുള്ള ആ പഴയ രീതി അനുസരിച്ചാണ് ഇപ്പോഴും നിങ്ങളുടെ യാത്ര. ഇന്നലെ ഒരു ചെടുത്തിയെ കണ്ടത് ചാടിക്കെട്ടി അവിടെ തൈക്കാട്ടുശ്ശേരി വന്നതാണ്. തൈക്കാട്ടുശ്ശേരി വരല്ലേന്ന് കാലയെ പിടിച്ച് പറയുകയാണ്. കാര്യം അതവിടെ 1 സെക്കൻഡ് 2 സെക്കൻഡാണ് കിട്ടണത്. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി അകലിൽ നിന്നൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വന്നത് 1 മിനിറ്റ് പോലും കിട്ടത്തില്ല. അതിവിടെ ധ്യാനം നടക്കുമ്പോൾ ഈ അരുവി തന്നെ അച്ഛനെ കണ്ടുമാറാൻ നോക്കണം. നിങ്ങൾ വണ്ടിയൊക്കെ പിടിച്ച ആൾക്കാർ വരുന്നുണ്ട് അവിടെ, ബസ്സിനൊക്കെ നിറച്ച ആളായിട്ട്. ഒരു പ്രയോജനവും അതുകൊണ്ട്. വല്ല കടുത്ത രോഗികളും വന്ന് അച്ഛൻ അത് ശ്രദ്ധിക്കുമെന്നല്ലാതെ. മറ്റൊന്ന് പറയണത്, ഒന്നാമത്തെ ഞായറാഴ്ച അതവനവൻ്റെ ഇടവക പള്ളി കുർബാനക്ക് പോകേണ്ടതാണ്. ഇടവകയിൽ പോകാതെ വേറെ ഇടവക വന്നുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ ഇടവകയും പള്ളിയും ഒന്നുമല്ല അവർക്ക് പ്രശ്നം, അവർക്ക് അവരുടെ കാര്യമാണെന്നല്ല എൻ്റെ അർത്ഥം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എവിടെ പോകണം? നമ്മുടെ ഇടവക പള്ളി പോകേണ്ടതാണ്. അല്ല തൈക്കാട്ടുശ്ശേരി പള്ളി വരേണ്ട ദിവസമല്ല, വേറെ ഇടവകയിൽ പോകേണ്ട ദിവസമല്ല. ദാറ്റ് മീൻസ് ഇടവകയും പള്ളിയൊന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് അവിടെ കാര്യം കണ്ടാൽ മതി എന്നുള്ള രീതിയല്ലേ. അവരോട് ദൈവം നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറയണത്. ശ്രദ്ധിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു അവരോട്, അപ്പോൾ ഒക്ടോബർ മാസത്തിലെ ചീട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതിൻ്റെ കാർഡ് അവിടെ കയ്യിലില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? മഴയായിരുന്നെന്ന്. പ്രാർത്ഥനയ്ക്ക് 9 പ്രാർത്ഥനയില്ലേ ഒരു മാസം, 9നും വരാഞ്ഞതിൻ്റെ കാരണം എന്താ? മഴയായിരുന്നെന്ന്. ഞാനതിന് മറുപടി പറഞ്ഞില്ലേ, ഞാൻ എന്തിനാണ് നമ്മൾ അവരോട് സംസാരിക്കണേ? ആവശ്യമില്ല.
ഇങ്ങനെ കുറേ ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതാണ് ലാഗ് ചെയ്യാൻ കാര്യം. ഏത് ഉടമ്പടി ചെയ്താലും നിങ്ങളുടെ പഴയ രീതിയിൽ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പെരുമാറത്തുള്ളൂ. ചെറിയൊരു മഴ പെയ്താൽ നിങ്ങളുടെ വിശ്വാസം വീട്ടിലിരിക്കും. അതാണ് സംഭവം. വീട്ടിലിരിക്കരുതെന്നാണ് ഇന്നത്തെ പത്രാധിപക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. വീട്ടിലിരിക്കാൻ പറ്റാത്ത കാലം വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങണം. നമ്മൾ മറിയത്തിനെ പറ്റിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞ് 11:20 മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മഴയാകാം, വെയിലാകാം, മഞ്ഞാകാം, എന്തെങ്കിലും പറഞ്ഞ് വീട്ടിലിരിക്കും. വേദനയുടെ കാലത്ത് വീടിന് പുറത്ത് പോകണം. അപ്പോൾ നമ്മളിത്തിരി ത്യാഗം സഹിച്ച് ഈ സാക്ഷ്യം പറയുന്ന നല്ല ശതമാനം ആൾക്കാരെ എവിടുന്ന് എന്തുമാത്രം കൃപാസനത്തിൽ നിന്ന് ദൂരപ്പെടുന്നുവോ അത്രയും വലിയ സാക്ഷ്യങ്ങളാണ് പറയണത് ആൾക്കാർ. എന്താ കാര്യം? അത്രയും ത്യാഗം അവർ അനുഭവിക്കുന്നുണ്ട്. ഇത് അതായത് ഒരു വിഷയം അച്ഛൻ പറഞ്ഞില്ലേ, ആര് പ്രാർത്ഥിക്കുന്നു എന്ന് പറയണ പോലെ തന്നെ ഇരിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ ഇപ്പോൾ ശരി. ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥന മാറ്റാൻ പോയി. ഇപ്പം തന്നെ ഇതിൻ്റെ അവസ്ഥ. അപ്പം പലരും എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചിരിക്കണം, അച്ഛാ പ്രാർത്ഥന മാറ്റില്ലേ അച്ഛാ, ഒടിഞ്ഞു തല്ലിയാലും ഇവിടെ തന്നെ ഇരുന്നോളാമെന്ന്. ഒടിഞ്ഞു തല്ലിയായാലും വേർത്തൊലിച്ചാലും പുഴുങ്ങിയാലും ഇവിടെ തന്നെ ഇരുന്നോളാമെന്ന് പറയുന്ന ആൾക്കാർ, ഇതിൻ്റെ ഒരു കൃപ ഒന്ന് വേറെയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്താ കാര്യം? നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുവോ കർത്താവിൻ്റെ പീഡാസഹനത്തോട് അത് ചേർത്ത് വയ്ക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദൈവം എപ്പോഴും സത്യസന്ധനായിരിക്കും. ഇപ്പം അവർ തന്നെ, പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ സന്ധ്യയായപ്പോൾ എന്താ സംഭവിക്കണത്? സന്ധ്യയായി. അപ്പോൾ അവനവരെ കടന്നു പോകാൻ ഭാവിച്ചു. വീണ്ടും ആ വാക്കാണ് വരണത്. കൂടെ കൂടിയ ആൾക്കാർ 24-28, ലൂക്കായുടെ സുവിശേഷം 24-28. സന്ധ്യയായി. സന്ധ്യയാകുമ്പോഴും അത് പ്രതീകാത്മകമായ അർത്ഥമാണ്. ജീവിതത്തിൻ്റെ ഇരുട്ട് കയറി വരുന്ന സമയമാണ്. ജീവിതത്തിൻ്റെ പകലിലേക്ക് ഇരുട്ട് ഇരച്ചു കയറി വരുന്ന സമയമാണ്. അപ്പോഴെന്താ പറ്റണത്? അവൻ കടന്നു പോകാൻ ഭാവിച്ചു. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് ഭാവിച്ചു എന്നാണ്. അപ്പോൾ അവർ വിളിച്ചു, കർത്താവേ ഞങ്ങളുടെ കൂടെ വസിക്കണമേ, കാലം സന്ധ്യയായെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പങ്കാളിത്തമുണ്ട്. ഈ ഉപവാസമൊക്കെ അതാണ്, കർത്താവിനെ തിരിച്ച് വിളിക്കുന്നതാണ്. ഈ പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? കർത്താവിനെ തിരിച്ച് വിളിക്കുന്നതാണ്. ഇങ്ങനെ വിശുദ്ധീകരണത്തിനുള്ള ശക്തീകരണ നടപടികളെല്ലാം കർത്താവിനെ നമ്മൾ ഒരു പ്രാർത്ഥനാ ഭാഷയാണ്. നമ്മൾ കർത്താവിനെ തിരിച്ച് വിളിക്കുകയാണ്. നിങ്ങൾ 2 ആഴ്ച ഉപവസിക്കും നന്നായിട്ട്, മൂന്നാമത്തെ ആഴ്ച ഉപവാസത്തിൽ വെള്ളം ചേർക്കും, 4-ാമത്തെ ആഴ്ച ബൈബിൾ വായനയിൽ വെള്ളം ചേർക്കും, 5-ാമത്തെ ആഴ്ച കുമ്പസാരത്തിലും കുർബാനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും വെള്ളം ചേർക്കും. രോഗീ ശുശ്രൂഷ ഇല്ല. അത് നമുക്ക് ഈ ഉടമ്പടിയിൽ വരുന്ന പ്രശ്നം, ഈ പുതുക്കിയ ആൾക്കാർ വരുമ്പോഴും മെസ്സേജ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ 2ാമത് ഇതെല്ലാം ചോദിക്കാൻ തുടങ്ങും. ആളെ സംശയം തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ചോദിക്കാൻ തുടങ്ങും. ആകപ്പാടെ ചെയ്തിരിക്കണ പത്രം മേടിച്ച് വിതരണം ചെയ്ത് 10 എണ്ണം കൊടുത്ത് 10 എണ്ണം ഇപ്പോഴും പെട്ടിയിരിപ്പുണ്ട്. ഇവിടേക്കാണ് വിഷയം വരുന്നത്. എല്ലാം അതായത് ദൈവത്തോട് ചെയ്യുമ്പോൾ വളരെ തീഷ്ണതയില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ വിളക്കാൻ തേക്കണ പാണ്ടാവും. നിങ്ങൾ ദൈവത്തിനെ പറ്റിക്കുകയോ കളിപ്പിക്കുകയോ നിങ്ങളുടെ പോഴൻ കളി ദൈവത്തോട് കാണിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതൊരു ശാസ്ത്രമായി കരുതിയിട്ട് നിങ്ങളെ പഴയ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണം. ശ്രുതികട ഹല്ലേലൂയ. പക്ക ഒരു പ്രാർത്ഥന, കംപ്ലീറ്റ് പ്രെയർ. ഇതൊരു കംപ്ലീറ്റ് പ്രെയറാണ്. ഉടമ്പടിയുടെ പുതിയ പുസ്തകം നിങ്ങൾ കണ്ടില്ലേ?
ഇത് ബിഷപ്പിൻ്റെ ആധികാരികമായ ലേഖനമുണ്ട് ഉടമ്പടിയെക്കുറിച്ച്. ഇതൊരു കംപ്ലീറ്റ് പ്രെയറാണ്. ഇത് കേരള KCBC കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ എഴുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ലേഖനമാണ്. എന്താണ് കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്ന് കേരള സഭയാണ് പറയേണ്ടത്. സഭയിലൊരു പുതിയ പ്രാർത്ഥന വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രപരത പറയേണ്ടത് ആരാ? കേരള സഭയാണ് പറയേണ്ടത്. കേരള സഭയിൽ ആരാണ് പറയേണ്ടത്? അഭിമന്യ പിതാക്കന്മാർ നിശ്ചയിച്ചിരിക്കുന്ന ആധികാരിക വ്യക്തിത്വങ്ങളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ചു പോയി ഇറങ്ങുമ്പോഴേ ലിബറേഷൻ തിയോളജിയുടെ കാലത്താണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പിന്നീട് ബ്ലാക്ക് തിയോളജി വന്നു. അതിൻ്റെ കൂടെ വന്നതാണ് ഡ്യൂൻ തിയോളജി പ്രാക്ടീസ്. ആ ഡ്യൂൻ തിയോളജിയുടെ അസ്ഥിവാരത്തിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അത് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 2 കാര്യങ്ങൾ. ഒന്നെന്താണ്? കർത്താവിന് വചനം റീച്ച് ഔട്ട് ചെയ്യിക്കുക. രണ്ടാമത്തത് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഉടമ്പടി ഇതാണ് ചെയ്യണത്. അതാണ് പക്കാ പ്രയർ എന്ന് പറയാൻ കാര്യം. ഇത് പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് ഫീലിംഗ് ആണ് പ്രശ്നം, എന്ത് ഫീലോട് കൂടി ചെയ്യുന്നു. ഇപ്പോൾ രോഗിയെ നിങ്ങളെ ഉടമ്പടി പ്രകാരം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പ്രകാരം നമ്മൾ രോഗിയെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തൊഴിലുറപ്പുകാർ പുല്ല് പറിക്കണ പോലെ പറിച്ച് തീർക്കാൻ പറ്റും. ചില തൊഴിലുറപ്പുകാർ നമുക്കറിയാൻ പറ്റില്ലേ, ആരും കുറ്റം പറയണമെങ്കിൽ കുറേ തൊഴിലുറപ്പുകാരോട് എനിക്കറിയാം, അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ അതേസമയം തന്നെ അവരും ഡെയിലി ബേസിസായിട്ട് പണി ചെയ്യുന്നവരും നമ്മൾ വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് പഠിക്കണം. അവർ ചെയ്യുന്ന ജോലിയിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട് ഭയങ്കര. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ രീതി ചെയ്തു പോകാം. ഒരു രോഗിയെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മയെ ശുശ്രൂഷിക്കുന്നു എന്ന പോലെ എടുക്കാം. കുറച്ചുകൂടി തിരിച്ചു പറഞ്ഞാൽ കർത്താവാണ് കിടക്കണമെന്നുള്ള ചിന്തയിൽ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ റാങ്ക് മാറും. ഇതൊരു ഡ്യൂൻ തിയോളജിയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വേദനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മൾ ആ രോഗിയെ കുളിപ്പിക്കുകയോ പരിചരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്താണ്? ഞാൻ ഈശോനെ പരിചരിക്കുന്നു. ഞാൻ ഈശോനെ പരിചരിക്കുന്നു പറയുമ്പോൾ ദൈവസ്നേഹമാണ് നമ്മൾ നിറയണത്. ഈ പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ദൈവസ്നേഹമുള്ളവന് പ്രാർത്ഥനയ്ക്ക് കാലവും ദിവസവും ഒന്നുമില്ല. തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കും. തോന്നുമ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ചെയ്യുന്ന പ്രാർത്ഥനയായാലും പ്രവൃത്തിയായാലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. കർത്താവിനെ തിരിച്ച് വിളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ദൂത്. ഇനി തിരിച്ചെങ്ങനെ വിളിക്കുക? ചുമ്മാ കൈകാട്ടി വിളിക്കണമല്ല. ദൈവത്തെ വിളിക്കുന്നതിനുണ്ട് ദൈവികമായ ചില രീതികളുണ്ട്. തന്നെയല്ല, ഉയർച്ചയുടെ സുവിശേഷമില്ലേ, ദൈവത്താൽ ഉയർത്തപ്പെടുന്നേ നമ്മൾ കുഴി കിടക്കണ അവസ്ഥയാണ് അല്ലേ? പത്രോസ് മുങ്ങിപ്പോയപ്പോഴെന്താണ്? നാഥാ രക്ഷിക്കണേന്ന് പറഞ്ഞില്ലേ? അപ്പോഴെന്താ? കർത്താവ് അവനെ കൈപിടിച്ച് ഉയർത്തി. ഇത് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാനുള്ള ഒത്തിരിയേറെ മാർഗങ്ങളുണ്ട്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാനുള്ള ഏത് മാർഗത്തിലൂടെ ഉയർച്ച പ്രാപിക്കും? ഏത് മേഖലകളിൽ? ഇപ്പോൾ കർത്താവ് ഏറ്റവും കൂടുതൽ ഉയർച്ച പ്രാപിച്ച ആളാണ് ഈശോ അല്ലേ? ഏറ്റവും കൂടുതൽ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം ദൈവം അവിടത്തേക്ക് നൽകി എന്ന് പറഞ്ഞില്ലേ? ഏറ്റവും വലിയ ഉയർച്ച പ്രാപിച്ച ഫിലിപ്പിയർ 2:6-8 വരെ വചനങ്ങൾ. പക്ഷെ ആ എങ്ങനെ ഉയർച്ച പ്രാപിച്ചത്? ആ മെത്തേഡ് കറക്റ്റാ, ആ ഫോർമുല കറക്റ്റാ.
ഈ ഫോർമുല നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മളെയും ദൈവം ഉയർച്ച പ്രാപിക്കുന്നതിനുള്ള ഗോസ്പൽ ഫോർമുലയുണ്ട്. എന്താണ്? പരിഗണിക്കുക എന്നുള്ള വിഷയം ആദ്യം കളയണം. പറഞ്ഞ മനസ്സിലായില്ലേ? പരിഗണിക്കുക. നമ്മുടെ സ്ഥാനം, വില, നില ഒക്കെ ഒരു പരിഗണനയില്ലേ? ഈ പരിഗണന ക്രിസ്തുവിനെ പ്രതി എന്നും അവഗണിക്കുന്നു. അവിടെ വെച്ച് നമ്മൾ ഉയർച്ച തുടങ്ങും. എല്ലാത്തിൻ്റെയും പ്രശ്നം പരിഗണനയാണ്. നമ്മളെക്കുറിച്ചുള്ള പരിഗണനയില്ലേ? ഇപ്പം എന്താ, ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിലത്തിരിക്കാത്തത് എന്താണ്? അച്ഛനാണെന്നുള്ള എന്നെക്കുറിച്ചുള്ള പരിഗണനയാണ്. പക്ഷെ നിലത്തിരിക്കേണ്ട സ്ഥലത്ത് ഞാൻ നിലത്തിരിക്കും. എന്താ, ഒരു രോഗി വന്ന് അവിടെ കാലിലാണ് നീര് പൊള്ളിപ്പടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ ഇരിക്കാതെ അതിനെ കാലെ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാം. അതല്ല അതിൻ്റെ ക്രിസ്ത്യൻ രീതി. നമ്മൾ കുനിഞ്ഞ് താഴേക്ക് ഇരുന്നിട്ട് എവിടെയാണ് മുറിവുള്ളത് അവിടെ തൊട്ട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇരിക്കണമെന്ന് നമ്മുടെ പൊസിഷൻ കളയണം. ഒരു പ്രീസ്റ്റാണെന്നുള്ള പൊസിഷൻ കളയേണ്ടി വരും. പക്ഷെ കളയണത് അപ്പോഴപ്പോൾ ആരെ ഓർത്തിട്ടായിരിക്കണം? ഫിലിപ്പ് 2:6 അനുസരിച്ചിട്ടാണ് നമ്മൾ കുനിയേണ്ടത്. നീ എപ്പോഴും താഴുമ്പോൾ വചനം ഓർക്കണം. അതാണ് ഈ ഡൂയിങ് തിയോളജി എന്ന് പറയണത്. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന വചനമനുസരിച്ചാണ് ഞാൻ ചെയ്യണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥ. അതിനാണ് ഈ വചനം പഠിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന വചനമനുസരിച്ചാണ്, നിൻ്റെ വാക്കനുസരിച്ചാണ് ഞാൻ ഈ കാര്യം ചെയ്യണത് എന്ന് പറയുമ്പോഴെന്നാ നമ്മൾ വചനം പാലിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞില്ലേ? 15:7 യോഹന്നാൻ്റെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ നിലയും വിലയും പരിഗണിക്കാതെ നമ്മൾ എളിമപ്പെടുമ്പോൾ ഒരു ലാൻഡിങ് മൂഡിലാവും. ലാൻഡിങ് മോഡ് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഉയർത്തപ്പെടാൻ വേണ്ടിയുള്ള സുവിശേഷത്തിൻ്റെ ഫോർമുലയിലുള്ളതാണ് ലാൻഡിങ് മോഡ്. നമ്മൾ ടേക്ക് ഓഫ് മോഡുണ്ട്. താഴേന്ന് വിമാനം നേരെ റൺവേയിൽ ഓടി 400 കിലോമീറ്റർ സ്പീഡ് മണിക്കൂറിൽ, പിന്നെ 600 700 അവൻ പറന്നു പോകും. 700 കിലോമീറ്റർ സ്പീഡിലായി എടുത്തു കഴിഞ്ഞാൽ വിമാനം ടേക്ക് ഓഫ് ആകും. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരും, ലാൻഡിങ് മോഡിലേക്ക് വരും. ഇറങ്ങി വരണത്, താഴേക്ക് വരണത്. കർത്താവ് എപ്പോഴും ഇങ്ങനെ ഒരു ലാൻഡിങ് മോഡിൽ വരണ കാണാം. ഉടമ്പടിയുടെ ഒരു സ്പിരിറ്റാണത് ലാൻഡിങ് മോഡ്. എന്താണ്? ഇറക്കത്തിൻ്റെ മാതൃക. ഇറക്കത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു അഹങ്കാരം. അഹങ്കാരത്തിനെതിരാണത്. അഹങ്കാരം ഒരു പ്രശ്നമാണ്. ഉടമ്പടി ആദ്യം തോർപ്പുട ചെയ്യേണ്ടത് അഹങ്കാരത്തിനെയാണ്. ഉടമ്പടി ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വില, നില, വിദ്യാഭ്യാസം, കളറ്, സൗന്ദര്യം, ആരോഗ്യം, ജോലി, പെരുമ, ഇതെല്ലാം എൻ്റെ ഒരു കഥയുമില്ല എന്നുള്ളത് നിങ്ങൾ പഴയ സിനിമാ നടികളെ കണ്ടാൽ മതി. സൗന്ദര്യം നിൽക്കുന്നു. പണ്ടത്തെ ഈ യൂട്യൂബിൽ കിടപ്പുണ്ട് അവരുടെ പുതിയ കോലങ്ങളൊക്കെ. പഴയ സിനിമാ നടികളുടെ പുതിയ ഇപ്പോഴത്തെ അവസ്ഥ യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒരു സാധനവും നിലനിൽക്കാത്തതാണ്. നിലനിൽക്കാത്ത വിഷയങ്ങൾ അവരിപ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് നോക്കിയാൽ മതി. ഒന്ന് നിലനിൽക്കാത്ത വിഷയങ്ങൾ ദൈവത്തിനേക്കാൾ പ്രാധാന്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഉടമ്പടി നടക്കത്തില്ല, ഉടമ്പടി ആകത്തില്ല. സഭ ഇപ്പം ചില കേസുകൾ ഡൈവേഴ്സ് ആക്കണില്ല, വിവാഹം നടന്നിട്ടില്ല എന്നാണ് സഭ പഠിച്ചിട്ട് പറയണത്. ഇപ്പം ചില വിവാഹം അവരെ വേർപിരിക്കണില്ല. അപ്പം സഭ എന്താ നോക്കണത്? വിത്ത് ഫുൾ ഫ്രീഡം ആൻഡ് നോളജ് നടന്നിട്ടുണ്ട്. അവർക്ക് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു ജീവിത പങ്കാളിയെക്കുറിച്ച്. അല്ല, സഫിഷ്യൻറ്റ് നോളജ്, ആവശ്യമായ അറിവുണ്ടായിരുന്നു, ആവശ്യമായ
സ്വാതന്ത്ര്യമുണ്ടായിരുന്നോ? സമ്മർദ്ദത്തിലാണ് ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹ ഉടമ്പടി നടന്നിട്ടില്ല. ചില ആൾക്കാർക്ക് ഉടമ്പടി കൃപാസനത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതാണ് ഞാൻ ഇപ്പോൾ പറയണത്. നിങ്ങളുടെ അഹങ്കാരം വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ഉടമ്പടി നടക്കത്തില്ല. ഉടമ്പടി വിനയത്തിൻ്റെ പ്രാർത്ഥനയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. വിനയത്തോടും വെടിപ്പോടും ദൈവസ്നേഹത്തോടും പ്രത്യാശയോടും കൂടി തീഷ്ണമായ വചനത്തിന്റെ അഭിഷേകത്തോടു കൂടി അതുവഴി ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ, എന്നെ ചിട്ടപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ അമ്മയും മകളും കൂടി ഉടമ്പടി ചെയ്യാൻ വന്നെന്ന് വിചാരിച്ചോ? ഞാൻ ചില സമയത്തൊക്കെ ഈ തിരിച്ച് കൃപാസനോട് വരുമ്പോഴേ ഉടമ്പടി ചെയ്തുകൊണ്ട് പോകുന്ന അമ്മയും മക്കളെ ഞാൻ കാണും. അപ്പം ഞാൻ വണ്ടിയിരുന്ന് നോക്കും ആരുടെ കയ്യിലാണ് ഉടമ്പടിയുടെ പേപ്പർ കിറ്റ് ഇരിക്കണമെന്ന്. മിക്കവാറും അമ്മയുടെ കയ്യിലായിരിക്കും. എന്താ കാര്യം? ഈ മോള് ന്യൂട്രായിട്ട് നമ്മുടെ കയ്യിൽ കൊടുക്കും. അവൾക്കിത് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാ പ്രശ്നം. ബസ് സ്റ്റോപ്പ് ഒന്നുമില്ലെങ്കിൽ ബസ് വരെ പിടിച്ചിട്ട് നാട്ടിൽ ഇറങ്ങാൻ നേരത്ത് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഉടമ്പടി നടന്നിട്ടില്ല. നിൻ്റെ അഹങ്കാരം എപ്പോഴും നിൻ്റെ കയ്യിലുണ്ട്. നീ ആരും ആണെന്നുള്ള തോന്നലേ, ദൈവത്തിന് മുമ്പിൽ ആരും അല്ലെന്നുള്ള തിരിച്ചറിവാണ് ഉടമ്പടി അനുഗ്രഹം തുടങ്ങേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. only one Christ. അഭിഷിക്തന് ഒന്നേ ഉള്ളൂ. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അംഗീകാരം മുദ്ര ചാർത്തിയ പാപത്തിൻ്റെ പരിഹാരമായവൻ ക്രിസ്തു. കൈയിടിച്ച് കർത്താവ്. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ബൈബിൾ പറയണത് ഈ ക്രിസ്തു എന്ന് പറയണത് ഒരു മനോഭാവത്തിൻ്റെ പേരാണെന്നാണ്. പൗലോസ വെളിപാട് കയറി രോഗം പിടിച്ച മനുഷ്യൻ, അദ്ദേഹത്തോടായി വെളിപാടെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത്. അദ്ദേഹം പറഞ്ഞ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. ജീസസ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ജീസസ് ഒരു മനോഭാവമാണ്. എന്ത് മനോഭാവമാണ്? യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് ജവമാല റാലിക്ക് 1,00,000 പേരുണ്ടാകുന്ന പറഞ്ഞ് അല്ലേ? 1,00,000 പേര് പങ്കെടുക്കുമെന്ന്. അമ്മ 1,00,000 എടുത്ത ആളെ കൊണ്ടുവന്നു. 1,00,000-ഓളം. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കൃപാസനം പത്രത്തെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ അവിശ്വാസികളും അല്ലാത്തവരൊക്കെ ആയിട്ട് പറഞ്ഞു വരുത്തിയിരുന്നു. അന്നത്തെ കാലത്ത് കുറേ പ്രേക്ഷിത പ്രവർത്തകർ നിന്ന് പോയായിരുന്നു. എന്താണ്? അയ്യോ, ഇതിനെക്കുറിച്ച് ഈ പത്രത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരുകാരത്തി ഒരു സാക്ഷ്യം പറഞ്ഞു ഇവിടെ വന്ന്. എന്താണ്? എൻ്റെ കൂട്ടുകാരത്തിക്ക് എൻ്റെ കൂടെ 4 പേരുണ്ടായിരുന്നു, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ രക്ഷപ്പെട്ടപ്പോൾ ആ പ്രാർത്ഥന നിർത്തിയവരും പ്രേക്ഷിത പ്രവർത്തനം നിർത്തിയവരും ഇപ്പോൾ എന്നോട് ചോദിക്കണം ഞങ്ങളും വരണമെന്ന്. കണ്ണൂരുകാരത്തി സാക്ഷിയാണ്. പക്ഷെ അതല്ല പ്രശ്നം. അന്ന് ഞാൻ അവർക്ക് പത്രം കൊടുത്തപ്പോൾ, ഓഫീസിൽ കൊണ്ടേ പത്രം കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആരും അറിയണ്ട, അങ്ങോട്ട് അടുത്ത് എൻ്റെ ഡയറിയുടെ അടുത്ത് വെച്ചേക്കാൻ. ഓഫീസിൽ ഈ പത്രത്തെക്കുറിച്ച് ഒബ്ജക്ഷനുണ്ട്. അവിശ്വാസികളും പറഞ്ഞു വരുത്തിയിട്ടുള്ള ഒബ്ജക്ഷൻസ്. അതുകൊണ്ട് ആരും അറിയണ്ട, ഇത് എൻ്റെ ഡയറിയുടെ അടിയിൽ കൈകൊണ്ട് മേടിച്ചില്ല. അവർ മേടിക്കാതെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ആക്ഷേപം ഉണ്ടായപ്പോൾ അവൾക്കത് ആക്ഷേപമായി തോന്നിയിട്ട് പറഞ്ഞ് എൻ്റെ ബാഗിൽ അറിയാതെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ, അയ്യോപാപികളും പ്രേക്ഷിത ചൈതന്യം ഇല്ലാത്തവരെയും കർത്താവ് അക്കാലത്ത് കൊഴിച്ച് കളഞ്ഞിട്ടുണ്ട്.
കൊഴിച്ച് കളയണത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. അത് എസെക്കിയേലിൻ്റെ 16-ാം അധ്യായത്തിൽ കൂട് കുലുക്കുന്ന കഴുകനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴുകനെ കൂട് കുലുക്കിയിട്ട് ഇതിനെ കൂട്ടിനെടുത്ത് എറിഞ്ഞു കളയും. എന്നിട്ട് ഇത് താഴേക്ക് പറക്കറിയാതെ പറന്നു പോകുമ്പോൾ തള്ളക്കഴുകൻ താഴേക്ക് എന്ന് ചിറകിലെടുക്കും. കൂട് കുലുക്കണത് പലപ്പോഴും വിശ്വാസം കുലുക്കപ്പെടും. വിശ്വാസം കുലുക്കപ്പെടുമ്പോൾ അതിനെ സർവൈവ് ചെയ്യണവനാണ് വിശ്വാസി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കൃപാസനത്തെ തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? തൊടാൻ പറ്റുന്നത് എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ജീവനോടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കണ്ടതാരാ? ഞാനാ. അപ്പോൾ എന്നെയോ നമ്മളെയോ ആശ്രയിച്ചല്ല കൃപാസനം നിൽക്കണത്. അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ആ അമ്മ, ഞാൻ ഇവരോടൊക്കെ പറയുമായിരുന്നു, പ്രദേശത്തിന് പറയുമായിരുന്നു, സാക്ഷ്യങ്ങൾ കുറഞ്ഞാലേ കൃപാസനത്തെ തൊടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് പൂട്ടുമെന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞിട്ട് പരസ്യമായിട്ട്. എന്താ കാര്യം? അമ്മ ഇവിടെ ജീവിക്കുന്നുള്ള കാലം സാക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം ഇത് സീരിയസ് വിഷയമാണ്, വളരെ സങ്കീർണമാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ടാണ് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, സമയഘടികാരത്തിൻ്റെ സൂചന എന്താണ്, അർത്ഥം എന്താണെന്നൊക്കെ സഭ പഠിക്കണം. സഭ പഠിച്ചിട്ടാണ് സഭയാണ് ലോകത്തോടത് പറയേണ്ടത്. എനിക്കത് പറയാനുള്ള അധികാരമില്ല. അധികാരം ദൈവം കൊടുത്തിട്ടുള്ളവർ അത് പഠിക്കും. അപ്പോഴിത് പെട്ടെന്ന് തീരണ ഒരു വിഷയമല്ല. ഇത് മരിച്ച വരെ ഇവിടെ ഉയർത്ത് വരും. എന്താ കാര്യം? സമയഘടികാരം സങ്കീർണ വിഷയമായതുകൊണ്ടാണ്. സമയം, മനുഷ്യൻ്റെ സമയത്തിൻ്റെ മേലുള്ള അധികാരം, പ്രകൃതിയെ, പ്രപഞ്ച പ്രകൃതിയെ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ പിതാവ് പ്രതിഷ്ഠിക്കണവരെ, അതല്ലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം ഇവിടെ എന്താ, ഇപ്പം കിഴക്കൻ വരുന്നു എന്ന് പറഞ്ഞ കാലമാണ് തുലാവർഷക്കാലം. ഇപ്പം കിഴക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ വടക്കുന്നാണോ എവിടെ നിന്നാണോ വരുന്നൊരു പിടിയില്ല, ഇല്ലേ? കിഴക്ക് വെളുത്തോണ്ടിരിക്കുകയും ചെയ്യാം, വടക്ക് പടിഞ്ഞാറുന്ന് കാറ്റ് വന്ന് നാട് കുലുക്കുകയും ചെയ്യും. ആകപ്പാടെ താളം തെറ്റിയ ഒരു കലുഷിതമായ കൃപാസന മാതാവിൻ്റെ കളർ കണ്ടില്ലേ? കലുഷിതമായ പ്രകൃതിയുടെ ചാരക്കളറാണ്. ഞാനിപ്പോഴാണ് ഇതൊക്കെ പഠിക്കണത്. ശരിക്കും പറഞ്ഞ് കളറ് വരെ പ്രശ്നമാണ്. ഇതെല്ലാം ഈ കലുഷിതമായ പ്രപഞ്ച പ്രകൃതിയുടെ കളറാണ്. അമ്മ അധികാരത്തിന് മാർപ്പാപ്പ ആമസോൺ സിനഡ് സ്ഥാപിച്ചപ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ അവിടെ സബ്ജക്റ്റായിട്ട് വരാൻ വേണ്ടി. കാര്യം അമ്മ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടതിന്മേൽ ധ്യാനിക്കാനാണ് നമ്മൾ മഹിമയുടെ രഹസ്യം ധ്യാനിച്ച് അവസാനിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അമ്മയാണ് ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയാണെങ്കിൽ മാർപ്പാപ്പ ഈ ഭൂമിയെയും ഭൂമിയുടെ പ്രകൃതിയെയും പരിശുദ്ധ അമ്മയ്ക്ക് ജനരാശിയെ സംരക്ഷിക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. വിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ദൈവത്തെ ഗൗരവത്തോടെ സത്യസന്ധമായിട്ട് എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ എടുത്താൽ, ഒരു സാക്ഷ്യം ഞാൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുക. 37 അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അവരിവിടെ ഞാൻ പറയാൻ അനുഭവിച്ചെങ്കിൽ 3 മണി വരെ നിന്ന് പറയും. ഇത് 6 സാക്ഷ്യങ്ങളൊന്നുമല്ല. 6 സാക്ഷ്യങ്ങൾ 6 കൽപ്പനയുള്ളത് കൊണ്ട് മാത്രം നമ്മൾ 6ആയിട്ട് അതിനെ നിജപ്പെടുത്തിയിരിക്കുന്നു. തന്നെ അനുഗ്രഹത്തിൻ്റെ നമ്പരാണ്. 6 ദിവസം കൊണ്ടാണ് ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിക്കുകയും 6 ദിവസമാണ് ഉടമ്പടി സിനായ് മലമുകളിൽ ഉടമ്പടി കൈമാറുന്നതിന് മുമ്പ് ദൈവം 6 ദിവസം മേഘങ്ങളിൽ സാന്നിധ്യം നൽകിയത്. അനുഗ്രഹത്തിൻ്റെ ദൈവ സാന്നിധ്യ ദിവസം 6ആണ്. ഇപ്പം രണ്ട് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അതിന് സാക്ഷ്യം എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് വേറെ 2 കൂടി അതിനകത്ത് ചേർത്തിട്ട് 6 തേച്ചിട്ട് വീണ്ടും ഉടമ്പടി
പുതുക്കാവുന്നതാണ്. പുതുക്കില്ലെങ്കിലും പുതുക്കണം നിർബന്ധമില്ല. ഒരു ഉടമ്പടി പുതുക്കണം, 90 ദിവസം അത് പുതുക്കണം, 90 ദിവസം അത് പാലിക്കണം. ഉടമ്പടിൻ്റെ ദിവസം എത്രയാണ്? 90. വെറും 90 ദിവസമേ ഉള്ളൂ, ഒറ്റ ദിവസം പോലും കൂടുതലില്ല. 90 ദിവസം നിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ. പിന്നെ നിനക്ക് സമയമുണ്ട്, നാട്ടിലുണ്ട്, സൗകര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അത് ബൈൻഡിങ് ഒന്നുമില്ല, അതിന് ബൈൻഡിങ് ഇല്ലല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയാണ്ട് ഉടമ്പടി എടുത്തിട്ട് ഇനി പുതുക്കി അയ്യോ പുതുക്കില്ല എന്ന് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അന്ധമയായിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, 90 ദിവസമുണ്ട് സമയം. വാഗ്ദാന പടയത്തിൻ്റെ ദിവസം എത്രയാണ്? 90. ഒബേദ് ഹെറോദിൻ്റെ വീട്ടിലെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം വരുന്നത് 90 ദിവസവും. ഒബേദ് ഹെറോദിനെ കർത്താവ് അനുഗ്രഹിച്ചത് 90 ദിവസം. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം ഗർഭിണിയായ അമ്മയാണ്. അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് 90 ദിവസം. ഈ 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി തീർന്നു. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം 2 അനുഭവങ്ങൾ കൂടി ചേർത്ത് നാട്ടിൽ നിങ്ങളുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ട്, സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടമ്പടി പുതുക്കേണ്ട കാര്യങ്ങളുള്ളൂ. വെറും 90 ദിവസമേ ഉള്ളൂ ഉടമ്പടി. അത് ഭംഗിയായിട്ട് ചെയ്യണം, വിശ്വസ്തയോടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിഷേകം വർഷിക്കുന്നു. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. അവസാനമായി ഈശോ പറഞ്ഞ എന്താണ്? ക്രിസ്തു ഒരു മനോഭാവമാണ്. ദൈവത്താൽ ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി എപ്പോഴും നമ്മുടെ ലാൻഡിങ് മോഡിലായിരിക്കണം. താഴ്ന്നു വരണം. നിൻ്റെ നില, നിൻ്റെ വില, നിൻ്റെ സ്ഥാനം അത് പരിഗണിക്കേണ്ട ഒരു കാര്യമായി ഈശോ കരുതിയില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം, കുരിശുമരണത്തോളം. നമ്മളെ എളിമപ്പെടാൻ വേണ്ടി ചിലപ്പോൾ പരീക്ഷയെ തോറ്റെന്ന് വരും. നീ ഉടമ്പടി എടുത്തിട്ടും ചിലപ്പോൾ OITക്ക് ചില എന്നോടൊന്നും ചോദിക്കാച്ചാ 8 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ ഉടമ്പടി OIT തോറ്റിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ജയിച്ചു, പക്ഷേ എൻ്റെ ഒരു വിഷയം പോയെന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ അവളോട് ചോദിക്കും, കൂട്ടുകാരത്തെ എന്നാ പറഞ്ഞേ, വീട്ടുകാരെന്നാ പറഞ്ഞു ചോദിക്കും. അവരെന്നെ കളിയാക്കിയെന്ന് പറയും. ഞാൻ നല്ല, നീ ഇപ്പം ക്രിസ്തുവായി, എന്താ കാര്യം? അവിടെ മുമ്പിൽ നിൻ്റെ വില പോയി, നിൻ്റെ നില പോയി. എൻ്റെ ഈ മാർക്ക് കുറഞ്ഞത് എൻ്റെ കർത്താവിനെ പ്രതി ഞാൻ ഏറ്റെടുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ പറ്റിയ ജീവിത പരാജയങ്ങളെ കർത്താവിൻ്റെ നാമത്തെ അക്സെപ്റ്റ് ചെയ്യണതാണ് അച്ഛൻ പറഞ്ഞ ഡ്യൂൻ തിയോളജി. നമ്മളത് വലിയൊരു പ്രോസസ്സിലാണ്, ഒരു പരിശീലനത്തിലാണ്, ഒരു ആധ്യാത്മിക അഭ്യാസത്തിലാണ്. ഇത് നമ്മൾ ഉയർത്തും. നമ്മൾ ഉയരുകയല്ല, ദൈവം നമ്മളെ ക്രിസ്തുവിൽ ഉയർത്തും. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നെഞ്ചുവേദനയുള്ളവരെ നെഞ്ചത്ത് കൈവെക്കുക. എന്നിട്ട് പറയണം, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ കൈവെക്കണത്, കർത്താവ് ഇപ്പോൾ എന്നെ സുഖപ്പെടുത്തുമെന്ന് പറയണം. ഹൃദയവേദനയുള്ളവർ, ഹൃദയരോഗമുള്ളവർ ഹൃദയത്തിൻ്റെ അവിടെ ഇടനെഞ്ചിൽ കൈവെക്കുക. കരരോഗമുള്ളവരെ ഇടനെഞ്ചിൻ്റെ താഴെ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കുക, കൈവട്ടം വെക്കുക. എന്നിട്ട് പറയുക, കർത്താവിൻ്റെ
നാമത്തിൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ കൈവെക്കുന്നു. ഈശോ എന്നെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire finger, soak with the precious blood. I command you, name of Jesus Christ, with you. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മദ്യപിക്കുന്നവരെ, അതുപോലെ തന്നെ പുകവലിക്കുന്നവരെ, ഓറലായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർ പാപത്തിൽ പിടിച്ചുകൊണ്ട് സ്തുതിക്കണം. ഓറലായിട്ട് മദ്യപിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ കൈ ചുണ്ടിൽ പൊത്തിക്കൊണ്ട് കർത്താവെ എന്നെ ഈ തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. The fire finger, soak with the precious blood. Command you, in the name of Jesus Christ, with you. Praise the Lord. കണ്ണുകൾ ചുവന്നു വരുന്നവരെ, കരുകരിപ്പുള്ളവരെ, കാഴ്ച മങ്ങി വരുന്നവരെ കണ്ണിൽ കൈവെക്കുക. അതുപോലെ തന്നെ പല്ലുവേദനക്കാരും തലവേദനക്കാരും ഒക്കെ അവർക്ക് മുഖത്ത് എവിടെ വേണമെങ്കിലും കൈവെക്കാം. ചെവി വേദനക്കാരും ചെവി കേൾവിക്കുറവുള്ളവരും ചെവിയിൽ കൈവെക്കുക. മാറാത്ത തലവേദന ഇന്ന് കുറേ സുഖപ്പെട്ടിരുന്നു, നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അവരെല്ലാം ചെന്നിയിൽ കൈവെക്കുക. തൊണ്ട, തൈറോയിഡ്, ടോൺസൈറ്റ് രോഗികളെല്ലാം തൊണ്ടയിൽ കൈവെക്കുക. സ്പണ്ടിലോസിസുകാരെ പിൻകഴുത്തിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ നിൻ്റെ നാമത്തിൽ ഞാൻ രോഗമുള്ളിടത്ത് കൈവെക്കുന്നു. നിൻ്റെ നാമത്തിൽ നീ എന്നെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit as a fire finger, soak with the precious blood. Lord, increase His Spirit. I command you, in the name of Jesus Christ, to be healed. രോഗങ്ങളും കല്ലുകളും അവരെല്ലാവരും അടിവയറ്റിലും പാങ്ക്രിയാസ് നമ്മുടെ ഇടതുനിന്ന് ചെസ്റ്റിൻ്റെ താഴേക്ക് കൈവച്ച് പതകിന് കൈവെക്കാവുന്നതാണ്. മറ്റുള്ളവരെ അടിവയറ്റിൽ കൈവെക്കാം. PCOD രോഗങ്ങൾ ഒത്തിരി പേര് സുഖപ്പെടുന്നുണ്ട്. കർത്താവ് സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഗ്രന്ഥികൾ, ഏതെങ്കിലും ഗ്രന്ഥി, പീയൂഷഗ്രന്ഥിയോ അല്ലെങ്കിൽ പീയൂഷഗ്രന്ഥിക്ക് ചില 10,000 ഒരാൾക്കൊക്കെ ആരോഗ്യം ഉണ്ടാകും. ചിലപ്പോൾ ഡബിൾ വിഷനൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ സെക്സ്വൽ ഡിസോർഡേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ളൊരു പിൻകഴുത്തിൽ കുഞ്ചിക്ക് കൈവെക്കാവുന്നതാണ്. കിഡ്നി രോഗികളെ പുറകെ നടുവിന് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ക്രിയാറ്റിൻ നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. I command you, in the name of Jesus Christ, to be healed. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ ദിവസവും ആരാധന നടക്കുന്ന 365 ദിവസമാണ്. ദുഃഖ വെള്ളിയാഴ്ച പോലും ഇവിടെ ജനങ്ങൾ വന്ന് സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് സ്ഥലമാണ്. ഉടമ്പടിയോടുകൂടി ജനം ഇത് വേറെ ഒരു ധ്യാനകേന്ദ്രമായി ഇതങ്ങ് കൺവേർട്ട് ചെയ്യുകയാണ്. അമ്മയെ കാണാൻ ഉടമ്പടി ചെയ്യാത്ത അനേകായിരങ്ങളാണ് വണ്ടി നിർത്തി കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോണേ. അപ്പം നിരന്തരം പ്രാർത്ഥന നടക്കുന്നൊരിടത്തിലാണ് നീ നിൽക്കണമെന്ന് ഓർക്കണം. നിന്നെ കർത്താവ് ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ മകനെ കർത്താവ് അനുഗ്രഹിക്കാതെ വിടത്തില്ല. അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചിരിക്കണം, നീ ഓർക്കണം. സർവാംഗ രോഗമുള്ളവർ സ്വസ്തികമായിട്ട് കൈവെക്കുക. ഇതുപോലെ
സർവാംഗ രോഗികൾക്ക് വേണ്ടി, എല്ലാവിധ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്ത സർവാംഗ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സർവാംഗ രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ കർത്താവേ. I command you in the name of Jesus Christ to be healed. കർത്താവേ, സാക്ഷ്യം പറയാൻ സഹായിക്കണേ. ചിലർ എന്നോട് ആക്ഷേപമാണ് പറയും, അച്ഛൻ സമ്പത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കണമെന്ന്. എനിക്ക് അവരോട് ഞാൻ നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. പക്ഷെ ഒരു വിഷയം സത്യമാണ്. എനിക്ക് സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവരോട് ഭയങ്കര സങ്കടമാണ്. ഞാൻ എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെട്ടേ മതിയാവത്തുള്ളൂ. ഞാൻ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, എനിക്കത് ക്യാൻസർ വന്ന പോലെയാണ് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്യണത്. മനുഷ്യൻ കടം കയറിയാൽ ഉള്ള സമാധാനം മൊത്തം പോകും, വിലയും പോകും, നിലയും പോകും. നീ അതൊക്കെ എല്ലാം നീ എന്തെങ്കിലും അതൊക്കെ ഒരു ഇടറ് വന്നാൽ നീ അത് തുണിയില്ലാതെ കുരിശ് തൂങ്ങിയ കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷത്തിൽ നീ സ്വീകരിക്കണം. കാരണം നിൻ്റെ ഉയർച്ചയുടെ സമയമാണത്. കർത്താവ് നിന്നെ ഉയർത്തും. പിതാവായ ദൈവം ഈശ്വരനെ ഉയർത്തിയ പോലെ നിന്നെ ഉയർത്തും. പക്ഷെ നീ അന്നത്തെ കാലത്ത് ദൈവത്തെ മറക്കരുത്. അത് ദൈവത്തെ മറക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് നീ അനുഗ്രഹം താമസിക്കണം. നീ ഓർക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക കടങ്ങളാൽ തകർന്നവരെ, വരുമാന മാർഗമില്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ജോലി സമ്പാദിക്കാൻ വേണ്ടി പല പല പരീക്ഷയ്ക്ക് എഴുതിയിട്ടും തോറ്റുപോകുന്നവരെ, മനസ്സിടിഞ്ഞവരുടെ മേൽ അമ്മ മാതാവേ ഇപ്പോൾ അനുഗ്രഹം തരിയാൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമേ. Lord Jesus, pour out your spirit. സ്പർശിക്കണമേ കർത്താവേ. നർജോസിലെടുക്കുക, ആശീർവദിക്കാൻ വേണ്ടി. എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഡേറ്റ് ഓർക്കണമേ. അച്ഛൻ പറയുന്ന സമയത്ത് ഓർത്താൽ മതി. ഒന്ന് ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. പരീക്ഷ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, സ്ഥലം ഉടമ്പടി ചെയ്യേണ്ട ഡേറ്റുകൾ, സ്ഥലം അളവിൻ്റെ ഡേറ്റുകൾ, കേസിൻ്റെ ഡേറ്റുകൾ, കോടതി ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ, പ്രസവത്തിൻ്റെ ഡേറ്റുകൾ, കൺസെപ്ഷൻ്റെ ഡേറ്റുകൾ, ഇനി കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ, അത് നിങ്ങൾക്കറിയാം. അതും ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ, ഇനി മക്കളുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റുകൾ അവർക്കറിയാം. അവരിപ്പോഴും അത് മാതാവിന് കൊടുക്കണം. ആ ഡേറ്റ്, അമ്മ മാതാവേ, ഈ സമയത്തിൻ്റെ അമ്മയാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയണം മനസ്സിൽ. ഇൻ്റർവ്യൂ ഡേറ്റുകൾ, കയറിപ്പോകുന്ന നാടിൽ നിന്ന് ജോലി വിദേശത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അതിന് ഡേറ്റുകളൊക്കെ ഓർക്കേണ്ട സമയമാണ്. എല്ലാവരും ഈ ശുശ്രൂഷ ലൈവായി കണ്ടുപിടിക്കണം. എല്ലാവരും ഡേറ്റും ടൈമും ഓർക്കുക. എന്നിട്ട് പറയണം, ഞാൻ പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മ വഴി ഈ സമയവും തീയതിയും ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കണമെന്ന് പറയണം. കടങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകൾ, പണം കിട്ടാനുള്ള ഡേറ്റുകൾ, വീട് വെക്കാനുള്ള ഡേറ്റുകൾ, പെരുവാസത്തിലെ ഡേറ്റുകൾ, അടിസ്ഥാന ശീല പാകാനുള്ള ദിവസം എല്ലാം ഓർക്കുക. പറയുക, അമ്മ മാതാവേ, ഞാൻ ഓർത്ത സമയവും തീയതിയും ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന് ഈ ആരാധനയെ സമർപ്പിച്ച് സമയത്തിൻ്റെ മേലെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. The powerful soak with the precious blood and with the authority of the Catholic Church, the power of Jesus Christ, with the ability of the Holy Priesthood, I bless the hallowed relics, those used to have grace and peace and power. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഒന്ന് രണ്ട് അറിയിപ്പുകളുണ്ട്.
ഒക്ടോബർ മാസത്തെ പത്രം വാങ്ങിക്കാത്തവർക്ക് കൗണ്ടറിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്രേക്ഷിത കാർഡ് തീർച്ചയായിട്ടും ഒക്ടോബർ മാസത്തിൽ തന്നെ അടിച്ച് മേടിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഒക്ടോബർ മാസത്തെ കാർഡ് ആവശ്യമുള്ളവർക്ക് കൗണ്ടറിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാം, ഒക്ടോബർ മാസത്തെ പത്രം. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് അവരോട് പറയണം ഒക്ടോബർ അടിച്ച് തരാൻ പറയണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഫീലിംഗ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ആ മാസത്തിന് നമുക്ക് നഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറേ ആൾക്കാർ സങ്കടപ്പെട്ടതുകൊണ്ടാണ് ഒക്ടോബർ മാസത്തിലെ പത്രം സൂക്ഷിച്ച് വെച്ച് തരണത്. ഒക്ടോബറിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നവംബറിലത് എപ്പോഴും ആ സീലാണ് പ്രധാനപ്പെട്ടത്. ആ പ്രേക്ഷിത പത്രത്തിൻ്റെ മാസം ആണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അച്ഛനും നോക്കുമ്പോൾ എപ്പോഴും കൗൺസിലിംഗ് നോക്കുമ്പോഴെപ്പോഴും ആ കാർഡാണ് പ്രേക്ഷിത കാർഡ് നോക്കത്തുള്ളൂ. അതിൻ്റെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അതായത് നിങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്, ഉപവിപ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്നുള്ള ധാരണയിലാണ് നിങ്ങളെ തന്നെ പറ്റിക്കരുത്. എന്നെ പറ്റിക്കുന്ന പ്രശ്നമല്ല. എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്നത് നടന്നില്ലല്ലോ എന്ന് അങ്ങോട്ട് പറയും. കർത്താവിനത് കൃപയ്ക്ക് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും. പക്ഷെ നിങ്ങളെ പറ്റിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപവിപ്രവർത്തനങ്ങളെ ചെയ്യാതിരിക്കുമ്പോൾ ഉടമ്പടി നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുകയല്ലേ. കാരണം ഇതുപോലൊരു സംവിധാനം കിട്ടിയതിനാണ് നന്ദി പറയേണ്ടത്. പക്ക ബിബ്ലിക്കലായിട്ടുള്ള പക്ക ട്രഡീഷണൽ ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്രെയറാണ്. നോ ഓപ്ഷൻ. അത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത അത്രയും സുന്ദരമായ ഷാർപ്പ് ഷൂട്ടറാണ് ഉടമ്പടി. അപ്പം അതുകൊണ്ട് തന്നെ മക്കളത് ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ചില പ്രത്യേക കാരണങ്ങളാലാണ്, അതായത് ചില വിഷയമുണ്ടായതിൻ്റെ പേരിലാണ് മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരമല്ലായിരുന്നു ഇവിടെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഉടമ്പടി പൂർണ്ണമായിട്ടും അനുവദിക്കാതിരിക്കുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. എനിക്കതാ പറയുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ക്രൈസ്തവർക്ക് അവരെ സഹായിക്കാൻ പറ്റും. കാരണം ക്യാൻസറിനോടൊക്കെ നമ്മൾ എന്നാ ജാതിയും മതവും പറയാനാ? ഇവിടെ ആരെയും മതം മാറ്റലുമില്ല, ഒന്നുമില്ല. ക്യാൻസറും പിടിച്ചൊരു മനുഷ്യൻ വന്നാൽ നമ്മൾ അവരോട് എന്ത് പറയാനാ? അപ്പോൾ ദൈവം അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളെ കൈവിടത്തില്ല. ഞാനതെല്ലാം മെസ്സേജ് എടുത്തിട്ടേ നിങ്ങളോട് പറയത്തുള്ളൂ. എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട ക്രൈസ്തവ സഹോദരങ്ങളെ മറ്റുള്ളവരെ സഹായിക്കണം. അതായത് അവരുടെ പേരിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാവുന്നതാണ്. അക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ട് എൻ്റെ ഭർത്താവ് ഭയങ്കര മനസ്സുരോഗിയാണ്, അങ്ങയുടെ കാര്യം ഒന്ന് മാതാവിൻ്റെ അടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി 2 കുറക്കണം. നിങ്ങൾ 2 ഉടമ്പടി കുറച്ചിട്ട് അവരുടെ 2 കാര്യം കയറ്റിയിട്ട് നിങ്ങൾക്ക് അവരെ സഹായിക്കാവുന്നതാണ്. അതൊരു കാരുണ്യ പ്രവൃത്തിയാണ്, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ നിങ്ങളുടെ പേരിൽ ഉടമ്പടി എടുത്താൽ ആ വിശുദ്ധീകരണ ജീവിതമൊക്കെ അതായത് കാരുണ്യ പ്രവൃത്തി അവരെ കൊണ്ടും ചെയ്യിക്കണം. നിങ്ങൾ മറ്റു മനുഷ്യരെ നമ്മൾ സഹായിക്കുകയും രോഗികളെ പരിചരിക്കുകയും എന്തെല്ലാം കാരുണ്യ പ്രവൃത്തികൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ അവരെ കൊണ്ടും ചെയ്യിക്കണം. അവർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് നിറച്ച വസ്തുക്കൾ കൊടുക്കാവുന്നതാണ്. പക്ഷേ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതാണ് പ്രശ്നം. അവർ വിശുദ്ധിയോടെ ജീവിക്കണം. ജനങ്ങളുടെ വിശുദ്ധീകരണം നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ജനങ്ങൾ മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണം. ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ആ ഒരു ബോധത്തിലായി ജീവിക്കാൻ ആഗ്രഹമുള്ള ആർക്കും വേണ്ടി നമുക്ക് ഉടമ്പടി ക്രൈസ്തവർക്ക് ചെയ്യാവുന്നതാണ്. അക്രൈസ്തവർക്ക് നേരിട്ട് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ക്രൈസ്തവർക്ക് അക്രൈസ്തവ സഹോദരങ്ങളെ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് സഹകരിപ്പിച്ച് സഹായിക്കാവുന്നതാണ്. ഞാൻ മെസ്സേജ് എടുത്തിട്ട് തന്നെയാണ് ഈ വിഷയം എല്ലാം ചെയ്തിരിക്കുന്നത്. മെസ്സേജ് എടുക്കാതെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്.
നമ്മൾ ഉടമ്പടി ഒരു ഘട്ടം പൂർത്തിയാക്കുമ്പോൾ നീല ഉടമ്പടി തരുമായിരുന്നു. ഇപ്പം നീല ഉടമ്പടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നിലവാരമുള്ള സാക്ഷ്യങ്ങൾ പറയാത്തവർക്ക് നമ്മൾ ഉടമ്പടി വീണ്ടും പുതുക്കി കൊടുക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നീല ഉടമ്പടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കണം. സാക്ഷ്യം നിങ്ങളെ സെലക്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. എല്ലാ സാക്ഷ്യങ്ങളും സെലക്ട് ചെയ്യത്തില്ല. പക്ഷേ എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് എഴുതി കൊടുത്ത് അച്ഛൻ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ലെറ്റർ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീല ഉടമ്പടി പുതുക്കി തരും. അച്ഛൻ തന്നെ നോക്കി പറയണം അത് നിങ്ങളുടെ സാക്ഷ്യം നിലവാരമുള്ള. പക്ഷെ പറയാൻ നമുക്ക് സമയം കിട്ടണില്ല. ഇവിടെ ഇത്രയും ആൾക്കാർ എല്ലാ ദിവസവും വരുമ്പോൾ ഉടമ്പടി എല്ലാവർക്കും സാക്ഷ്യം ഇവിടെ പറയാൻ സമയം കിട്ടത്തില്ല. പക്ഷേ സാക്ഷ്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അത് അച്ഛൻ അംഗീകരിച്ച് നിലവാരമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീല ഉടമ്പടി തരുന്നതായിരിക്കും. അപ്പോൾ ചെറിയ വാട്സപ്പിലൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് NRIക്കാർക്ക് എങ്ങനെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്ന് ഓസ്ട്രേലിയ, നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ കാണുന്നത് കാനഡയിലുള്ളവരും ഓസ്ട്രേലിയയിലുള്ളവരും ഒക്കെ ആണ്ട് 5% വെച്ച് 5% വെച്ചുകൊണ്ട് 25% തൊട്ട് 40% വരെ വിദേശത്തുള്ള മലയാളികളാണ് ഈ പ്രോഗ്രാം ലൈവായിട്ട് കൂടുന്നത്. അപ്പം നമ്മൾ സർവേ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ പോണ ഇപ്പോൾ ഓസ്ട്രേലിയ, ഇന്ത്യ വിട്ടുപോകുന്ന മലയാളിക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്കുള്ളത് മഞ്ഞ ഉടമ്പടിയാണ്. അവരൊരു വർഷത്തേക്കാണ് ഉടമ്പടി ചെയ്യണത്. അവർ പിന്നെ അടുത്ത വർഷം ആ ഉടമ്പടി യൂട്യൂബിൽ വിദേശത്തിരുന്നുകൊണ്ട് ഇവിടുന്ന് നേർച്ച വസ്തു ഉടമ്പടി ചെയ്ത് നേർച്ച വസ്തു വാങ്ങിച്ചുകൊണ്ട് പോയാൽ പിന്നെ യൂട്യൂബിൽ അവർ ധ്യാനം കൂടിക്കൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് അടുത്ത കൊല്ലം വരുമ്പോൾ അവർക്ക് പുതുക്കി കൊടുക്കും. പുതുക്കി കൊടുത്താൽ കൗൺസിലിങ്ങിന് അത് പുതുക്കി കിട്ടിയ കൗൺസിലിങ്ങിന് അവർക്ക് അച്ഛനെ കാണാൻ അത്യാവശ്യമൊന്നും വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കും. ഇതൊന്നും ഒരു ഫൈനാൻസ് കമ്മിറ്റ്മെൻറ്റിന് പേരിൽ ചെയ്യണതല്ല. ഓർത്തേക്കണം, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ വിദേശത്തുള്ളവർക്കും നിങ്ങൾക്കും എല്ലാം ഇതിൻ്റെ മിനിമം ആയിട്ടുള്ള ചിലവേ ഉള്ളൂ. ആ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ചിലവേ ഉള്ളൂ. അല്ല അവർ വിദേശത്തായതുകൊണ്ട് എന്നാൽ 10,000 രൂപ മേടിച്ചേക്കാം, 2,000 രൂപ. ഈ 2,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് നേർച്ച വസ്തുക്കളല്ലായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പത്രം അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് നഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞു. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് അവരവരുടെ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ആ പ്രേക്ഷിത പ്രവർത്തനം ബോധ്യപ്പെട്ട കൗൺസിലിങ്ങിലേക്ക് അവരെ കൊണ്ടുവരും. കൃപാസനം ഉടമ്പടി ചെയ്യുമ്പോൾ നിശ്ചയിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, റാലി തന്നെ ഡൽഹി മുതൽ ഗുജറാത്ത്, ഹൈദരാബാദ്, കർണാടക, തമിഴ്നാട്ടിൽ തന്നെ 3 വണ്ടിയാൻ പറ്റി ഉണ്ടായിരുന്നു, തനി തമിഴിയൻസ്. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഉടമ്പടി ചെയ്യണത് 3 മാസത്തിലൊരിക്കലാണ് അവരിവിടെ വന്ന് പ്രാർത്ഥന കൂടേണ്ടത്. പണ്ട് അവർ 6 മാസം കൂടിയാൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനെയില്ല. ഇന്നിപ്പോൾ ഉടമ്പടി ചെയ്ത ഇന്നത്തെ പ്രാർത്ഥന കൂടി അടുത്ത മാസം വിട്ടിട്ട് പിന്നെ 3 മാസത്തിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രേക്ഷിത കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഉടമ്പടി പുതുക്കി കിട്ടുന്നതായിരിക്കും. അടിയന്തര ആവശ്യമുണ്ട് ഉടമ്പടി 1-2 പുതുക്കിയാൽ മാത്രമേ അച്ഛൻ്റെ അടുത്ത് ഇത് കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. കാര്യം നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് അച്ഛനെ കാണുന്ന പ്രാർത്ഥന പോലെ ചില ആൾക്കാർ ചെയ്ത് ഉഴപ്പുന്നുണ്ട്. അതല്ല സംഭവം. ഉടമ്പടി അച്ഛനെ കാണുന്നതായിട്ട് ഒരു ബന്ധവുമില്ല. മറിച്ച് അത് കർത്താവും നിങ്ങളും തമ്മിലുള്ള ആധ്യാത്മിക ജീവിതത്തിൻ്റെ സുവിശേഷ സാക്ഷ്യ സമർപ്പണ ജീവിതമാണത്. ആ രീതി വേണം അതിനെ കാണാൻ. പിന്നെ ചിലർക്ക് ചില ഓപ്ഷൻസ് വരും. ഇപ്പം ചിലർ പറയും അച്ഛാ കിഡ്നി ഡയാലിസിസിന് പോകണം ഡോക്ടർ ആശുപത്രിക്കാർ പറയുന്നു. അപ്പം ചിലർ പറഞ്ഞ നാച്ചുറോപ്പതി കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് മെസ്സേജ് പറയും. നമ്മൾ അതിന് ആ വിഷയം നേരത്തെ ഇപ്പം ചിലർ പറയില്ല ഡയാലിസിന് പോകുമ്പോൾ അത് അതാ നാച്ചുറോപ്പതി കൊണ്ട് ശരിയാകുമോ,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിറക്കിൾ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ കൺഫ്യൂഷൻസാണ് നിങ്ങളെ അച്ഛനുമായിട്ട് പ്രാർത്ഥന ചർച്ച ചെയ്യേണ്ടത്. മറ്റു വിഷയങ്ങളൊക്കെ കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട. കൺഫ്യൂഷൻ വരുമ്പോൾ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നോട് നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും മെസ്സേജ് എടുത്ത് നമ്മളൊരു ആധ്യാത്മിക ധാരണയിലെത്തും. അതിനാണ് കൗൺസിലിംഗ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ നിങ്ങൾ ചിലർ ചെയ്യണത് അവർ കൺഫ്യൂഷൻ വരുമ്പോൾ മാത്രമേ ഈ ഉടമ്പടി പത്രം കൊണ്ട് വരത്തുള്ളൂ. അപ്പോൾ ഉടമ്പടി എല്ലാം മുടങ്ങിയിട്ടുണ്ടാകും. അതോടുകൂടി പിന്നെ അത് എടുക്കത്തില്ല. കാര്യം അത് കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിനെ ദുർവിനിയോഗിക്കണ പോലെ തോന്നിയാൽ പിന്നെ കൃപാസനം വിഷയം ഇടപെടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 2 ലക്ഷം ആൾക്കാരെ ഉടമ്പടി ചെയ്തിരിക്കണേ. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താ പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. ഞങ്ങൾ ആര് പറഞ്ഞു വിട്ടാലും ഞാൻ ചോദിക്കുന്നത് ഉടമ്പടി പുതുക്കിയാണെന്ന് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടാലും ചോദിക്കും ഉടമ്പടി പുതുക്കിയതാണെന്ന് ചോദിക്കും. വേറെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം നമ്മൾ മാനുഷികമായ ബന്ധത്തിൻ്റെ സ്വാധീനത്തിലല്ലല്ലോ മെസ്സേജ് വരേണ്ടത്. മെസ്സേജ് നിങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെയും സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ദൈവം ഇടപെടണ്ടേ? അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അച്ഛനുമായിട്ടും തന്നെ നമുക്കൊരു ബന്ധമില്ലല്ല, ഒരു തരത്തിലുള്ള ബന്ധമില്ല. ആധ്യാത്മികമായ പ്രാർത്ഥനയുടെ ബന്ധമല്ലാതെ ഒരു ബന്ധവും ഞാൻ കീപ്പ് ചെയ്യണമില്ല. എല്ലാ സാമ്പത്തിക ബന്ധമോ വേറെ ഒരു ബന്ധം കീപ്പ് ചെയ്യത്തില്ല. കാര്യം കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടതാരാണ്? ദൈവമാണ് എല്ലാം ചെയ്തു തരേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. ഇപ്പോഴേ സമാപന ആശീർവാദമാണ്. ഇന്ന് 10% വണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 2:30 ഷാർപ്പ് ചെയ്ത് ബ്ലെസ്സിങ് തരണത്. നേർച്ച സൂക്ഷിച്ച് പിടിക്കുക. അച്ഛന് ബിഷപ്പ് ഹൗസിൽ യോഗമാണ്. ഞാൻ ഈ ബിഷപ്പ് ഹൗസിൽ പോയിട്ട് മാത്രമേ ക്യാൻസർ രോഗികളെ പ്രാർത്ഥിക്കാൻ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ക്യാൻസർ രോഗികൾ 8-ാം നമ്പർ കൗണ്ടറിൽ നിന്ന് കൂപ്പൺ മേടിച്ച് നിൽക്കേണ്ടതാണ്. ഉയർത്തി പിടിക്കുക, ശ്രുതികട്ടെ, ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ചെല്ലട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.